നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന രണ്ട് പദങ്ങൾ, അവയുടെ പൊള്ളത്തരം ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് പിണറായിസം എന്നതാണെങ്കിൽ രണ്ടാമത്തേത് ചതുഷ്കോണ മത്സരം എന്നതാണ്. എനിക്കിപ്പോഴും പിടികിട്ടാത്ത ഒരേ ഒരു കാര്യം മാത്രമാണ്, PV അൻവർ എന്ന കളങ്കിതനായ കച്ചവടക്കാരനെ പണമുള്ളതുകൊണ്ട് മാത്രം തമിഴ്നാട് മോഡലിൽ നേതാവായ അൻവറിന് എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങളും സമൂഹവും ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്? അതിനുള്ള അർഹത അയാൾക്കില്ല. അയാൾ ഒരു കളങ്കിതനാണ്, ക്രിമിനൽ വാസനയുള്ളയാളാണ്, വൈരനിര്യാതന ബുദ്ധിക്കാരനാണ്. ഈ പദം ഉപയോഗിച്ചപ്പോൾ ഒരു കാര്യം വിശദീകരിക്കട്ടെ. പാലാ സെൻറ് തോമസ് കോളേജിൽ റിട്ടയേർഡ് മലയാളം പ്രൊഫസർ ഡേവിഡ് സേവ്യർ സാറാണ് എന്നോട് പറഞ്ഞത്. വൈര്യനിര്യാതന ബുദ്ധിയുമല്ല, വൈര്യനിര്യാണ ബുദ്ധിയുമല്ല, വൈരനിര്യാതന ബുദ്ധിയാണെന്ന്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയക്കാരൻ, അയാൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷെ അയാളെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അയാൾ എന്തോ മഹാസംഭവമാണെന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് അൻവർ ചെയ്യുന്നത്? കഴിയുന്നതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് അൻവർ എന്തു ചെയ്യും? അൻവറിനറിയാം താൻ പൂർണ്ണമായും രാഷ്ട്രീയ അപ്രസക്തനായെന്ന്. അതുകൊണ്ടല്ലേ രാവിലെയും വൈകുന്നേരവും നിലപാട് മാറ്റും. ഇന്ന് പറയുന്നതല്ല, ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നത്. മത്സരിക്കുമെന്ന് പറയും, മത്സരിക്കില്ലെന്ന് പറയും. 1 രൂപ കയ്യിലില്ലെന്ന് പറയും, കയ്യിലേക്ക് പണം ഒഴുകിയെത്തി കാണും. ഇതൊക്കെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് വാർത്തയിൽ അയാൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതിന് കാരണമുണ്ട്. കളങ്കിതനായ റിപ്പോർട്ടർ ചാനൽ മുതലാളിക്ക് കളങ്കിതനായ അൻവറിൻ്റെ സഹായം ആവശ്യമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പുറത്ത് എപ്പോഴും അൻവറെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തുക എന്നത് റിപ്പോർട്ടർ ചാനലിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ ഒരു ചാനൽ അൻവറിൻ്റെ പുറകെ പോകുമ്പോൾ, അൻവർ ആവട്ടെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുമ്പോൾ മറ്റ് ചാനലുകൾക്കും അയാളെ ഫോളോ ചെയ്യേണ്ടി വരും. ഇവിടെ ദയവായി കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ അയാളെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കുക. ഈ അൻവറിനെ കുറിച്ച് നിങ്ങൾ പറയുന്നിടത്തോളം കാലം അയാൾ പ്രസക്തനായി മാറും, മാധ്യമങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അൻവറിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമുണ്ടായാൽ ചിരിച്ചു കാണിച്ച് ഒഴിയുക. ആരാണ് അൻവർ എന്ന് ചോദിച്ച് ഒഴിയുക. അങ്ങനെ പോലും ചോദിക്കാതിരിക്കുന്നത് നല്ലത്, അതും വാർത്തയാവും. അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചിരിയിൽ ഒതുക്കുക. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യുക. നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവൃത്തിയിലേക്ക് പോവുക. അല്ലാതെ നിങ്ങൾ ഈ അൻവർ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ പേരിൽ ചർച്ച നടത്തുക, അതിൻ്റെ പേരിൽ തുടർ വാർത്തകൾ ഉണ്ടാക്കി. ഏറ്റവും ഒടുവിലെ വാർത്ത, മുസ്ലിം ലീഗ് അതൃപ്തനാണത്രേ അൻവറിൻ്റെ കാര്യത്തിൽ. മുസ്ലിം ലീഗിൻ്റെ വാക്ക് കേട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. സത്യമാണെന്നറിയില്ല. ഇത്തരത്തിൽ ഈ അൻവറിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് മാധ്യമങ്ങൾ നടക്കുക. അയാളെ ഉപേക്ഷിക്കുക. അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യട്ടെ. അയാളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം ചിരിയിലൊതുക്കുക. എന്ത് പറഞ്ഞാലും അത് വാർത്തയാണെന്ന് ഓർക്കുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ചതുഷ്കോണ മത്സരം. ഞാൻ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നെ ആവർത്തിച്ച് പറയുന്നത് അൻവർ രംഗത്ത് വന്നതോടെ ചതുഷ്കോണ മത്സരം വന്ന്, അതായത് UDFും LDFും BJPയും അൻവറും ഉൾപ്പെടുന്ന ചതുഷ്കോണ മത്സരമാണ് വരുന്നതെന്ന്. എന്തുതരം കണക്കുകൂട്ടലാണെന്ന് പറയുന്നത്? അങ്ങനെയെങ്കിലും പറയുന്നത് പഞ്ചകോണ മത്സരമെന്നാണ്. കാരണം SDPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. ഇവിടെയുള്ളതിൽ ഏറ്റവും അന്തസ്സായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന SDPIയുടെ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ആദ്യം തന്നെ നോമിനേഷൻ കൊടുത്തു. കൃത്യമായ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീടുകൾ കയറുന്നു, ആളുകളെ കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. മാത്രമല്ല അവർ ഉന്നയിക്കുന്നത് ഈ അലുകുലത്ത് വിഷയമൊന്നുമല്ല. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഇതുവരെ പ്രവർത്തിച്ച ഏക സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖാണ്. SDPയുടെ സ്ഥാനാർത്ഥിയാണ്. അവരെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. SDPI ആണ് കണ്ടുപിടിക്കേണ്ടത് കോൺഗ്രസ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. അവരാവശ്യമില്ലാത്ത വിഷയമൊക്കെ വിട്ടു. അവരെ ഈ ചതുഷ്കോണ മത്സരം പറയുന്നവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തിയിരിക്കുന്ന ചതുഷ്കോണ മത്സരം PV അൻവറും BJPയും LDFും CPയും. BJPയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം ഓർക്കുക. BJPക്ക് അവിടെ ആത്മവിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണ്ട എന്നായിരുന്നു നിലപാട്. എന്നാൽ അവർക്ക് സമ്മർദ്ദമുണ്ടായി. അവർ ഒടുവിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. അവർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ നീക്കമായി ഞാനിതിനെ കാണും. കാരണം അവർ നോക്കിയത് പ്രധാനമായും ജനങ്ങൾ എങ്ങനെ മതപരമായി വോട്ട് ചെയ്യുമെന്നാണ്. ആര്യടൻ ഷൗക്കത്ത് മുസ്ലിമാണ്, സ്വരാജ് ഹിന്ദുവാണ്. അതേസമയം 12-14% വോട്ടർമാർ ആ മണ്ഡലത്തിൽ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി, അതും ക്രൈസ്തവ മേഖലയിൽ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി അവസാന നിമിഷം BJP നിയോഗിച്ചു. കഴിഞ്ഞ തവണ അവർ പിടിച്ച ആകെ വോട്ട് എന്ന് പറയുന്നത് 8440 വോട്ടാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എത്ര കൂടുതൽ വോട്ട് നേടിയാലും അവർക്ക് വിജയമാണ്. BJP അത്രമാത്രം ഇതിനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് BJPയെയും ഈ ചതുഷ്കോണ മത്സരത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടെ ചതുഷ്കോണ മത്സരമല്ല. ഇവിടെ നടക്കുന്നത് നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. CPMും കോൺഗ്രസും തമ്മിലുള്ള, അല്ലെങ്കിൽ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ബാക്കി എല്ലാവരും അപ്രസക്തരാണ്. മാത്രമല്ല
PV അൻവർ ആരുടെ വോട്ട് പിടിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? PV അൻവർ കഴിഞ്ഞ 9 വർഷം ഇടതുപക്ഷത്തിന് MLA ആയിരുന്നു. അൻവർ അവിടെ നിന്ന് മാറി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ അതെങ്ങനെയാണ് UDF-നെ ബാധിക്കുന്നത്? അത് ബാധിക്കേണ്ടത് LDF-നെയാണ്. PV അൻവർ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോൾ പോലും 3000 വോട്ടിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് അൻവർ ജയിക്കുന്നത്. അപ്പൊ അൻവർ വേറൊരു സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ ആ നഷ്ടമുണ്ടാവുന്നത് UDF-നല്ല LDF-നാണ്. ഇത് ദയവായി ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചതുഷ്കോണ മത്സരം എന്ന കള്ളത്തരം ദയവായി ആരും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് ചിലരുടെ അജണ്ടയാണ്. ഇവിടെ ഒരു ചതുഷ്കോണ മത്സരവുമില്ല. ഇവിടെ നടക്കുന്നത് നേരിട്ടുള്ള LDF UDF പോരാട്ടമാണ്. അതിനപ്പുറത്തേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് ചില അജണ്ടകളുണ്ട്. അൻവറിന് ഇത്രമാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ ഏറനാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് രണ്ടാമതെത്തിയിരുന്നു. അന്ന് PK ബഷീറാണ് ജയിച്ചത്. രണ്ടാമതെത്തിയത് അൻവറാണ്. അന്ന് അൻവർ ഏറനാട് 47,452 വോട്ടുകൾ നേടി. ഏറനാട് 47,452 വോട്ട് നേടുന്ന അൻവർക്ക് നിലമ്പൂരിൽ ജയിക്കാൻ വരെ കഴിയില്ല എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. എല്ലാവരും മറന്നുപോകുന്നൊരു കാര്യമുണ്ട്. അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി CPIയുടെ അഷ്റഫ് അലിക്ക് കിട്ടിയത് കേവലം 2700 വോട്ടാണ്. BJPക്ക് പോലും 3448 വോട്ടുണ്ടായിരുന്നു. 2700 വോട്ട്. LDF-ന്റെ സ്ഥാനാർത്ഥി 2700 വോട്ടിലേക്ക് പോയപ്പോഴാണ് 47,452 വോട്ട് അൻവർ നേടിയത്. കാരണം അവിടെ CPI-യും CPM-ഉം തമ്മിൽ ഉടക്കാണ്. CPM അടപടലം, അതായത് മുഴുവൻ പേരും അൻവറെ അവരുടെ സ്ഥാനാർത്ഥിയായി വോട്ട് ചെയ്ത് കയറ്റാൻ നോക്കുക ചെയ്തത്. 2011 അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്നത് വാസ്തവത്തിൽ ഇടതുമുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. CPIയുടെ സീറ്റ് ആയിരുന്നതുകൊണ്ട് CPIയുടെ അടുത്ത് പോയി പലതവണ ചോദിച്ചിട്ട് സമ്മതിക്കാത്തതുകൊണ്ട് ആ സീറ്റിൽ അൻവർ മത്സരിച്ചപ്പോൾ CPM അവരുടെ മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് അൻവറിന് സ്വാധീനമുള്ളത് കൊണ്ടല്ല. ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനുശേഷം 2014 വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചപ്പോൾ ഇതേ CPM-കാരുടെ ഒക്കെ പിന്തുണയുണ്ടായിട്ടും 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ട വയനാട്ടിൽ അൻവർ നേടിയത് 37,123 വോട്ട് മാത്രമാണ് ലോക്സഭാ മണ്ഡലത്തിൽ. അതായത് 2011 ശേഷം 3 വർഷം കഴിഞ്ഞ് അൻവറിന്റെ സ്വാധീനം ഈ വലിയ ലോക്സഭയിൽ അത്രയും കുറഞ്ഞുപോയി. ഈ ഏറനാടിലെ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട്, അതായത് CPM CPI-ക്ക് പണി കൊടുത്ത ആ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് ദയവായി അൻവറിന്റെ ശക്തി അളക്കാൻ പോവരുത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രകാശിന് മുൻപിൽ അൻവർ ഇത്ര കുറഞ്ഞ വോട്ടിന് ജയിച്ചത്? അൻവർ ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ചാൽ അൻവറിന്റെ അന്ത്യമാണ്. മത്സരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ മത്സരിച്ച് അൻവർ ഒന്നുമല്ല എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അയാളുടെ അഹങ്കാരം തീരൂ. അയാളുടെ അഹങ്കാരം തീരാനുള്ള സുവർണാവസരമാണ്. അതുകൊണ്ട് തന്നെ അൻവർ മത്സരിക്കുമ്പോൾ എന്തിനാണ് ആളുകൾ ഭയപ്പെടുന്നത്? എന്തിനാണ് ചതുഷ്കോണ മത്സരം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹൈപ്പ് സൃഷ്ടിക്കുന്നത്? അതൊരു വശം. ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് പിണറായിസം എന്ന് പറയുന്ന അൻവർ രാവിലെയും വൈകുന്നേരം കിടന്ന് വിളിച്ചു പറയുന്ന ഡയലോഗ്. എന്താണ് പിണറായിസം? പിണറായിസം എന്ന വാക്ക് ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് എന്നോട് പറഞ്ഞത് കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പിണറായിസത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അത് മനസ്സിലിരിക്കട്ടെ ഷാജ, അത് ഷാജന്റെ സൃഷ്ടിയാണ് എന്നാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്. കഴിഞ്ഞ 8 വർഷം, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 1 വർഷം ഞങ്ങൾ അദ്ദേഹത്തോട് വളരെ അനുഭാവപൂർവ്വമായ പെരുമാറ്റമാണ് നടത്തിയത്. കൊടിസുനിക്കും കിർമാണി മനോജിനുമൊക്കെ സുരക്ഷ ഒരുക്കിയതോടെയാണ് മറുനാടനും പിണറായിയും തമ്മിൽ തെറ്റുന്നത്. അന്നു മുതൽ പിണറായിസത്തിനെതിരെ യുദ്ധം നടത്തുന്ന ആളുകളാണ്. പിണറായിസം എന്ന വാക്ക് തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ആ പിണറായിസം എന്ന ഞങ്ങൾ കൊണ്ടുവന്ന വാക്ക് അടിച്ചു മാറ്റിയാണ് അൻവർ ഇപ്പോൾ വലിയ പോരാളിയായി മുമ്പോട്ട് വരുന്നത്. ഇപ്പോൾ അൻവർ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്, ഞാൻ പിണറായിസത്തിനെതിരെ പോരാടുകയാണ്. ആ പോരാട്ടത്തിൽ പലരും എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നോടൊപ്പം നിൽക്കുന്നില്ല എന്ന്. വാസ്തവത്തിൽ അൻവർ ചെയ്യേണ്ടത് പിണറായിസം എന്ന വൃത്തികെട്ട തത്വശാസ്ത്രം കണ്ടെത്തിയതും അതിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചതും മറുനാടനാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിന് മറുനാടനെ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായിസത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായ അൻവർ കച്ചകെട്ടിയിറങ്ങിയത് എല്ലാവർക്കും അറിയാം. പിണറായിസം എന്ന് പറഞ്ഞാൽ കളങ്കിതരായ മുതലാളിമാരോടും കളങ്കിതരായ മതനേതാക്കളോടും സന്ധി ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്ന സ്വജനപക്ഷപാതവും അഴിമതിയും കുടുംബവാഴ്ചയും ക്രിമിനൽ പ്രവർത്തിക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയ ആശയമാണ്. ആ പ്രീണന ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് PV അൻവറാണ്. നമുക്ക് സ്വരാജിനെ പിണറായിസത്തിന്റെ രൂപമായി കരുതാം. രൂപമാണ്. പിണറായിസത്തിന്റെ അടിച്ചമർത്തുന്ന ഒരു ഫാസിസ്റ്റ് ഏകാധിപത്യ പ്രവണതയുണ്ട്. സത്യം പറയുന്നവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക, സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കുക, അവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, അവർക്കെതിരെ നുണപ്രചരണം നടത്തുക, അവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുക. പിണറായിസത്തിന് അങ്ങനെ ഒരു വർക്കിംഗ് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ വക്താവ് തന്നെയാണ് സ്വരാജ്. എന്നാൽ ഇതിന് ഗുണഭോക്താവ് സ്വരാജ് അല്ല. സ്വരാജ് അഴിമതിക്കാരനാണെന്ന് പറയാൻ ആരും ഇതൊരു തെളിവും കൊണ്ടുവന്നിട്ടില്ല.
സ്വരാജ് പിണറായിസത്തിന്റെ വക്താവായതുകൊണ്ട് പിണറായിസ്റ്റ് സ്വഭാവങ്ങൾ കാണിക്കുന്നു. പക്ഷെ ഇതിന് ഗുണഭോക്താവ് പിണറായിയും പിണറായിയോട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഗുണവും നേട്ടവും ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് PV അൻവർ. അദ്ദേഹം മനാഫ് കൊലപാതക കേസിലെ പ്രതിയായിരുന്നു. സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി അനേകം ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആലുവയിൽ ലീസിനെടുത്ത ഭൂമി സ്വന്തം പേരിലേക്ക് കടലാസ് കമ്പനിയുടെ പേരിൽ മാറ്റിയിട്ടുണ്ട്. കക്കടാംപൊയ്യിലെ പാരിസ്ഥിതിക ദൗർബല്യ പ്രദേശത്ത് വലിയ അണക്കെട്ടും ഫാന്റസി പാർക്കും കെട്ടി പ്രകൃതിയെ നശിപ്പിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ പ്രവർത്തികൾ മാത്രമാണ് ചെയ്യുന്നത്. മംഗലാപുരത്തെ കോറി ഇടപാടുകൾ, സ്വർണം പൊട്ടിക്കലിലൊക്കെ പങ്കെടുത്ത ഈ പിണറായി സത്തിന്റെ ഗുണം മുഴുവൻ അനുഭവിച്ച്, എന്നാൽ പിണറായിക്ക് സഹായിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഈ വേരുകൾ ആഴ്ന്നപ്പോൾ അദ്ദേഹം വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ല. താൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം, മന്ത്രിയാക്കിയില്ല. അങ്ങനെ വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന് പിണറായിസം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ആളാണ്. പിണറായിസം എന്താണോ അതിന്റെ ഏറ്റവും വലിയ ഉൽപ്പന്നം, അതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് അൻവർ. ആ പിണറായിസ്റ്റ് ഭീകരതയുടെ മൂർധന്യത്തിൽ അതിന്റെ നേട്ടങ്ങൾ വേണ്ടതുപോലെ അനുഭവിക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിന് പിണറായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മുരുകേഷ് എന്ന് പറയുന്ന ഒരു ഒറ്റയാനെയാണ് കുറ്റം പറഞ്ഞത്. മുരുകേഷ് എന്ന് പറയുന്ന ഒരു ഒറ്റയാൻ, അയാൾ പിന്നാലെ നടന്ന് കത്രിക പൂട്ടിയതാണ് അൻവറിനെ. മുരുകേഷിന്റെ എസ്റ്റേറ്റ് കയ്യേറാൻ ശ്രമിച്ചു. മുരുകേഷ് അതോടുകൂടി അൻവറിന് കത്രിക പൊട്ടിട്ടു. അങ്ങനെയാണ് പ്രതിസന്ധി. അത് പിണറായി ഒന്നുമല്ല. പിണറായിയും പിണറായിയുടെ സംവിധാനങ്ങളും സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഇങ്ങനെ വ്യാജം മാത്രം പറഞ്ഞ്, കള്ളം മാത്രം തുപ്പി, വർഗീയത മാത്രം പറഞ്ഞ് എല്ലാത്തരം വൃത്തികേടുകളും കൊണ്ടു നടക്കുന്ന ഒരാൾ, അയാൾ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, പിണറായിസത്തിന് സംസാരിച്ചാൽ ആര് വിശ്വസിക്കും? എന്ത് വിശ്വാസ്യതയുണ്ട്? PV അൻവറിനേക്കാൾ എത്രയോ ഭേദമാണ് പിണറായി വിജയൻ. ഒന്നുമല്ലെങ്കിൽ പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കും. നട്ടല്ലെന്ന് പറയുന്നതുണ്ട്. എത്ര ആരോപണമുണ്ടായാലും കുലുങ്ങില്ല. എന്ന് ഇയാൾ എന്താ ചെയ്യുന്നത്? രാവിലെയും വൈകുന്നേരവും ഇയാൾ അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കും, നിലപാട് മാറ്റിക്കൊണ്ടിരിക്കും. ഇയാളോട് ആരെങ്കിലും ഒന്ന് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടും. ഇയാളോട് ആരെങ്കിലും ഒന്ന് കാണാൻ പോയാൽ അത് രഹസ്യമായി ഷൂട്ട് ചെയ്ത് പുറത്തുവിടും. അങ്ങനെ എല്ലാത്തരം അധാർമികതയും തിന്മയുമുള്ള ഒരു മനുഷ്യൻ. അത് പിണറായിസത്തിന്റെ സൃഷ്ടിയാണ്. ആ മനുഷ്യൻ പിണറായിസത്തിനെതിരെ പോരാടണമെന്ന് പറഞ്ഞാൽ പിണറായിസത്തേക്കാൾ അപകടകരം അൻവറിസമാണ്. കാരണം പിണറായിസത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു ഭീകരാശയമാണ് അൻവറിസം. പിണറായിസത്തിന്റെ വൃത്തികേട് ജനം മനസ്സിലാക്കി കഴിഞ്ഞു, അത് ഇല്ലാതായിക്കോളും. എന്നാൽ പിണറായിസത്തെ ഇല്ലാതാക്കിയാലും അൻവറിസം നിലനിന്നാൽ അത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്, കേരളീയ സമൂഹത്തിന് ഭീഷണിയാണ്. അൻവറിസത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. പിണറായിസം എന്ന് പറയുന്നത് തകർന്നു കഴിഞ്ഞു. അൻവറിസത്തെ തകർക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. അതിനുവേണ്ടിയാണ് VD സതീശനെ പോലെ നട്ടലുള്ള നേതാവ് ശക്തമായ നിലപാടെടുക്കുന്നത്. അത് ഹിറ്റ്ലർ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അൻവറിസമാണ് പിണറായിസത്തെക്കാൾ അപകടം പിടിച്ചത്. അത് തകർത്തേ മതിയാവൂ. ആ തകർക്കാനുള്ള ഉത്തരവാദിത്തമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അവർ മതവും ജാതിയും ഒക്കെ മറന്ന് അവർ വോട്ട് ചെയ്യേണ്ടത് അൻവറിസത്തെ തകർക്കണം. കാരണം ഇത് പിണറായിസത്തെക്കാൾ അപകടകാരിയാണ്. അതിനുള്ള സുവർണാവസരമാണ് നിലമ്പൂരുകാർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പിണറായിസം ഒന്ന് ഉമ്മാക്കി കാട്ടി ആരും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. കാരണം പിണറായിസത്തെ തകർക്കണമെന്ന് ആഗ്രഹമുണ്ടത്രേ. അതിനുവേണ്ടിയാണ് പോരാടുന്നത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക. അപ്പോൾ ജയസാധ്യത ആർക്കാ? പിണറായിസത്തെ തോൽപ്പിക്കണമെങ്കിൽ ഷൗക്കത്ത് ജയിക്കണമെന്നാണ് അൻവർ പറയുന്നത്. അതേസമയം അൻവർ മത്സരിക്കുകയും ചെയ്യും. അത് പറഞ്ഞ വാക്ക് എന്താണ് പറയുന്നതെന്ന് അറിയില്ല, പറഞ്ഞ വാക്കിന് വിലയില്ല. ഇതുപോലെ ക്രിമിനൽ വാസനയുള്ള ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിക്കേണ്ടതുണ്ട്. നിലമ്പൂരുകാർ അത് ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അൻവർ മത്സരിക്കട്ടെ, മത്സരിച്ച് തോറ്റ നാണം കെട്ട് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവട്ടെ. ഇത് മാത്രമാണ് കേരളത്തിന്റെ ഏക പ്രതീക്ഷ.